The greatest treasure wasn't the gold, my love, but the stories they shared along the way. ശാന്തമായ കാട്ടിൽ വെള്ളി നിറമുള്ള ആകാശത്തിന് കീഴെ താര എന്നൊരു കടുവക്കുട്ടി ജീവിച്ചിരുന്നു. താര മറ്റു കടുവക്കുട്ടികളെപ്പോലെ ആയിരുന്നില്ല. അവൾക്ക് വലിയ ആകാംക്ഷയായിരുന്നു. മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ അവൾ തടാകത്തിലെ ചന്ദ്രന്റെ പ്രതിബിംബം നോക്കിയിരുന്നു. അവളുടെ കുഞ്ഞിക്കണ്ണുകൾ തിളങ്ങി. ഹായ്, ചന്ദ്രൻ എത്ര അടുത്ത്! എനിക്കതിനെ തൊടാൻ കഴിയുമല്ലോ! അവൾ തന്റെ കാൽ വെള്ളത്തിലേക്ക് നീട്ടി. പക്ഷേ ചന്ദ്രൻ വളഞ്ഞുലഞ്ഞ് മാഞ്ഞുപോയി. എല്ലാ രാത്രിയിലും താര വീണ്ടും ശ്രമിച്ചു. ചാടിയും കൈ നീട്ടിയും ചന്ദ്രനെ പിടിക്കാൻ ഇലകളും കമ്പുകളും വരെ കൊണ്ടുവന്നു. പക്ഷേ അവൾ എന്തു ചെയ്താലും ചന്ദ്രൻ എപ്പോഴും ഒഴിഞ്ഞുമാറി. അടുത്ത ദിവസം രാവിലെ കാട്ടിലെ മൃഗങ്ങൾ ചിരിച്ചു. താരയ്ക്ക് ചന്ദ്രനോടൊപ്പം കളിക്കണം പോലും. അവളത് പ്രഭാത ഭക്ഷണത്തിന് കൊണ്ടുവരുമായിരിക്കും. താരയുടെ ചെവികൾ താഴ്ന്നു. കളിയാക്കപ്പെടുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ തെളിഞ്ഞ ആകാശത്തേക്ക് നോക്കി പതിയെ പറഞ്ഞു, ഒരു ദിവസം ഞാൻ ചന്ദ്രനെ തൊടും. നിങ്ങൾ കണ്ടോളൂ. അന്നത്തെ രാത്രി മേഘങ്ങൾ ആകാശത്തെ മൂടി. ചന്ദ്രൻ മാഞ്ഞുപോയി. എങ്ങും ഇരുട്ടുമാത്രം. താര സങ്കടത്തോടെ തടാകത്തിലേക്ക് നടന്നു. അപ്പോൾ ഒരു ചെറിയ പ്രകാശം ചിലന്തിവലയിൽ കുടുങ്ങിക്കിടക്കുന്നത് അവൾ കണ്ടു. പറക്കാൻ കഷ്ടപ്പെടുന്ന ഒരു മിന്നാമിന്നി. അയ്യോ, നീ കുടുങ്ങിപ്പോയല്ലോ! അവൾ സൂക്ഷിച്ച കാൽ ഉപയോഗിച്ച് മിന്നാമിന്നിയെ സ്വതന്ത്രമാക്കി. ആ കുഞ്ഞുജീവി പതിയെ തിളങ്ങി അവളുടെ മൂക്കിന്മേൽ വിശ്രമിച്ചു. ഞാൻ ഇനി ഒരിക്കലും തിളങ്ങില്ലെന്ന് കരുതി. താര ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ല. ഞാൻ ചന്ദ്രനെ പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഒരുപക്ഷേ ഒരു നക്ഷത്രം എന്റെ അടുത്തേക്ക് വന്നതാണെന്ന് തോന്നുന്നു. താര നോക്കി നിൽക്കെ ആ കുഞ്ഞു മിന്നാമിന്നി ആകാശത്തേക്ക് ഉയർന്നു പറന്നു. നൂറുകണക്കിന് മറ്റു മിന്നാമിന്നികളോടൊപ്പം ചേർന്നു. അവയെല്ലാം ഒരുമിച്ച് നൃത്തം ചെയ്തു. കാട് മുഴുവൻ വീണ്ടും മിന്നിത്തിളങ്ങി. മേഘങ്ങൾ മാഞ്ഞുപോയി. എന്നത്തേക്കാളും പ്രകാശത്തോടെ ചന്ദ്രൻ തിരികെ എത്തി. താര ശ്വാസമടക്കി നിന്നു. തടാകത്തിലെ അവളുടെ പ്രതിബിംബം ഇപ്പോൾ കുഞ്ഞു തിളക്കങ്ങളോടെ പ്രകാശിച്ചു. ചന്ദ്രനെപ്പോലെ തന്നെ. മിന്നാമിന്നി മുകളിൽ നിന്ന് പറഞ്ഞു, കണ്ടോ താരേ, നീ മറ്റുള്ളവരെ തിളങ്ങാൻ സഹായിക്കുമ്പോൾ നിന്റെ ലോകവും തിളങ്ങും. അന്നത്തെ രാത്രി താരയുടെ ഹൃദയം ചന്ദ്രനേക്കാൾ തിളക്കത്തോടെ പ്രകാശിച്ചു. അവൾക്ക് ഇനി ചന്ദ്രനെ പിടിക്കേണ്ട ആവശ്യം വന്നില്ല. കാരണം അതിന്റെ വെളിച്ചം അവളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ ആയപ്പോൾ കാട്ടിലെ മൃഗങ്ങൾ ഒരു മാന്ത്രികത ശ്രദ്ധിച്ചു. താരയുടെ രോമങ്ങൾ സൂര്യപ്രകാശത്തിൽ പതിയെ തിളങ്ങി. ചന്ദ്രൻ അവളെ രാത്രിയിൽ ചുംബിച്ചതുപോലെ. കുരങ്ങൻ പറഞ്ഞു, ഒരുപക്ഷേ അവൾ ശരിക്കും ചന്ദ്രനെ തൊട്ടു കാണും. താര ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല കൂട്ടുകാരി, ചന്ദ്രൻ എന്നെ സ്പർശിച്ചത് ഇവിടെയാണ്. അവൾ നെഞ്ചിൽ തട്ടി. അന്നുമുതൽ കാട്ടിൽ ആർക്കെങ്കിലും സങ്കടമോ ഒറ്റപ്പെടലോ തോന്നുമ്പോൾ അവർ താരയുടെ അടുത്തുപോയി ഇരിക്കും. ഒരിക്കൽ ചന്ദ്രനെ പിന്തുടർന്ന കടുവക്കുട്ടിയുടെ അടുത്ത്. എന്തുകൊണ്ടോ രാത്രിക്ക് പിന്നെ ഒരിക്കലും ഇരുട്ടു തോന്നിയില്ല. ചിലപ്പോൾ നീ വെളിച്ചത്തെ തേടുന്നത് നിർത്തി അത് മറ്റുള്ളവർക്ക് പങ്കിടുമ്പോൾ നീ തന്നെ ആ വെളിച്ചമായി മാറും. Hey little ones, don't forget to like and subscribe. And parents, check out our other amazing stories in the channel as well.